Spaghetti alla Asparagi ഈ ഗംബേരി തയ്യാറായിട്ടുണ്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും റോക്കിംഗ് റോബിലേക്ക് സ്വാഗതം. ഞാൻ കാനഡയിലെ നോവാ സ്കോഷ്യയിൽ നിന്നും ഷെഫ് റോബിൻ. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി പാസ്തയാണ് ഞാൻ തയ്യാറാക്കുന്നത്. സ്പഗറ്റി അല്ല അസ്പറാഗി ഈ ഗംബേരി. പേരുകെട്ട് ചെല്ലണ്ട, ഇത് ചെമ്മീനും അസ്പറാഗസും സ്പഗറ്റിയും ചേർന്നുള്ള ഒരു ഡിഷാണ്. ചോറും കറിയും കഴിച്ചു മടുത്തവർക്ക് വെറൈറ്റി ആയി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഇറ്റാലിയൻ ഡിഷാണിത്. എന്നെ ഇറ്റാലിയൻ കുസൈൻ പഠിപ്പിച്ചത് എൻ്റെ മെൻറ്ററായ ഷെഫ് ലൂക്ക നിക്കോളാറ്റയാണ്. I would like to give a shout out to Chef Luca Nicoletta from Verona, Italy. Thank you for all your great lessons. ഇന്ന് ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് ഇറ്റാലിയൻ സ്റ്റൈൽ പാസ്ത ടൊമാറ്റോ സോസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ സോസ് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ആദ്യമായി ഒരു പീസ് ക്യാരറ്റ് പീൽ ചെയ്തെടുക്കുക. അടുത്തതായി സെലറി പീൽ ചെയ്തെടുക്കുക. സെലറി പീൽ ചെയ്യുന്നത് ഇതിന്റെ ബിറ്റർനെസ് കളയാനാണ്. പിന്നെ നമുക്ക് വേണ്ടത് പകുതി ഉണി. ഇതെല്ലാം ക്യൂബ്സായി കട്ട് ചെയ്യാം. ക്യാരറ്റ് ഡൈസ് ചെയ്യുക. സെലറി, ഈ വെജിറ്റബിൾ മിശ്രിതം മീർപ്പോ എന്നാണ് കോണ്ടിനെന്റൽ കുസൈനിൽ അറിയുന്നത്. അടുത്തതായി ഒരു ക്ലോസ് ഗാർലിക് ആണ്. ഇറ്റലിയിലെ പൂരിയയിൽ നിന്നുള്ള പീൽഡ് ടൊമാറ്റോസ് ആണ് ഈ സോസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സോസിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇതിലേക്ക് ഉപയോഗിക്കുന്നത് 2 ചെറിയ പീസ് ബേ ലീവ്സ് ആണ്. അടുത്തതായി സോസിലേക്ക് വേണ്ടത് ഫ്രഷ് ബേസിൽ ലീവ്സ് ആണ്. ഇത് കൂടാതെ സോൾട്ടും പെപ്പറും നമ്മൾ ഉപയോഗിക്കുന്നു. ആദ്യം സോസ് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീഫ്, ഇതിനുശേഷം മീർപ്പോ വെജിറ്റബിൾ ആഡ് ചെയ്യുക. നന്നായി ഇളക്കി ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക. അടുത്തതായി ഗാർലിക് ചേർക്കുക. ഈ വെജിറ്റബിൾസ് നല്ലവണ്ണം ബ്രൗൺ ആകുന്നവരെ വെക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇറ്റാലിയൻ ഫീൽഡ് ടൊമാറ്റോ ചേർക്കാം. 730 ml ക്യാൻഡ് ടൊമാറ്റോസ് ആണ്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ക്യാൻ അല്പം വെള്ളത്തിൽ കഴുകി ആ വെള്ളം ഒഴിക്കും. ഈ സോസിന് അരമണിക്കൂറോളം കുക്ക് ചെയ്യുക. ഈ സമയം കൊണ്ട് പാസ്ത കുക്ക് ചെയ്യാനുള്ള പോട്ടിൽ
ആവശ്യത്തിന് വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കും. വെള്ളം പെട്ടെന്ന് തിളയ്ക്കാനായി മൂടി വെച്ച് വേവിക്കും. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് ബട്ടറാണ്. ഏകദേശം 20 ഗ്രാംസോളം ബട്ടർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പാസ്തയ്ക്കുള്ള വെള്ളം ഏകദേശം തിളച്ചു തുടങ്ങിയിരിക്കുന്നു. പാസ്ത കുക്ക് ചെയ്യുന്ന വെള്ളത്തിന് കടൽ വെള്ളത്തോളം ഉപ്പുണ്ടായിരിക്കും. സോൾട്ടി ആസ് ദി സീ. ധാരാളം സോൾട്ട് ചേർക്കും. ടൊമാറ്റോ സോസ് ഏകദേശം റെഡി ആയിരിക്കുന്നു. ഇതിലേക്ക് ബേസിൽ ലീവ്സ് ചേർക്കാം. 2 ഗ്രാംസ് ബേസിൽ ലീവ്സ് ആണ് ഞാൻ ചേർക്കുന്നത്. നന്നായി ഇളക്കുക. ഇതിൽ നിന്നും ബേ ലീഫ് നമുക്ക് എടുത്ത് മാറ്റാം. ഈ ടൊമാറ്റോ സോസ് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ പാസ്തയ്ക്കുള്ള ഇറ്റാലിയൻ സോസ് തയ്യാറായി. അടുപ്പടച്ച് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കും. പാസ്ത കുക്ക് ചെയ്യാനുള്ള വെള്ളം തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ പാസ്ത വെള്ളത്തിലേക്ക് 500 ഗ്രാം സ്പഗറ്റിയുടെ പകുതിയാണ് ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നത്. വശങ്ങളിലേക്ക് തട്ടി പാസ്ത വെള്ളത്തിന് ഇനി ഒരു 8 മിനിറ്റോളമാണ് ഈ പാസ്ത വേവിക്കുന്നത്. 8 മിനിറ്റോളം വേവിക്കുമ്പോൾ ഇത് അൽ ഡെൻറ്റെ ആകും. വ്യക്തമായി പറയുകയാണെങ്കിൽ പാസ്ത സോഫ്റ്റായി കുക്കാവുന്നതിന് മുമ്പ് പാസ്ത വേവിക്കുന്നത് നിർത്തുക. സ്പഗറ്റി അൽ ഡെൻറ്റെ കുക്ക് ചെയ്യുന്നത് അതൊരു ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാക്കി മാറ്റുന്നതിനാണ്. അൽ ഡെൻറ്റെ സ്പഗറ്റി കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ പതുക്കെ ദഹിക്കും. ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നില്ല. അത് കാരണം ദീർഘനേരം വിശക്കില്ല. ഇതിനാലാണ് ഇറ്റാലിയൻസ് പാസ്ത അൽ ഡെൻറ്റെയായി കുക്ക് ചെയ്യുന്നത്. ഈ സ്പഗറ്റി സ്ട്രെയിൻ ചെയ്യാനുള്ള സ്ട്രെയിനർ റെഡിയാക്കി വെക്കുക. 8 മിനിറ്റ് ആയിരിക്കുന്നു. പെർഫെക്റ്റ് ആയി കുക്കായിട്ടുണ്ട്. ഇനി സ്പഗറ്റി കുക്ക് ചെയ്ത വെള്ളം പാസ്ത കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് വീണ്ടും കുക്ക് ചെയ്യുന്നത് തടയാൻ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിക്കുക. അടുത്തതായി ഷ്രിംപ് പാസ്ത തയ്യാറാക്കുന്നതിനായി 1 കപ്പ് അസ്പരാഗസ് സ്ലൈസ് ചെയ്തത്, പകുതി ഒണിയൻ ചോപ്പ് ചെയ്തത്, 2 ക്ലൗസ് ഗാർലിക് ചോപ്പ് ചെയ്തത്, വൃത്തിയാക്കിയ 250 ഗ്രാം ഷ്രിംപ്സ്, 3/4 കപ്പ് ചെറി ടൊമാറ്റോയും 50 ml ക്രീമും എടുക്കുക. ഇതുകൂടാതെ ഒലിവ് ഓയിൽ, കുരുമുളക് പൊടി, ആവശ്യമെങ്കിൽ ഉപ്പ്, ഓപ്ഷണലായ ചില്ലി ഫ്ലേക്സ് എന്നിവയും ഉപയോഗിക്കുന്നതാണ്. പാസ്ത കുക്ക് ചെയ്യാനുള്ള പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് അല്പം ഒലിവ് ഓയിൽ ഒഴിക്കും. ഗാർലിക് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഓണിയൻ ചേർക്കുക. ഇതിലേക്ക് ഷ്രിംപ് ചേർക്കാം.
മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അസ്പരാഗസ് ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം പാസ്ത കുക്ക് ചെയ്ത് സോൾട്ടി ആയിട്ടുള്ള വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ടൊമാറ്റോ ചേർക്കാം. രണ്ട് സ്പൂൺ നമ്മൾ കുക്ക് ചെയ്ത ടൊമാറ്റോ സോസ് ചേർക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്രീം ചേർക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇത് ഓപ്ഷണലാണ്. അല്പം ചില്ലി ഫ്ലേക്സ്. നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമില്ല. പാസ്ത കുക്ക് ചെയ്ത വെള്ളം ചേർത്തതിനാൽ ഇനി സോൾട്ട് ചേർക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് സോൾട്ട് ഉണ്ട്. സോൾട്ട് ചേർക്കേണ്ട കാര്യമില്ല. അല്പം ബ്ലാക്ക് പെപ്പർ ചേർക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പാഗറ്റി ചേർക്കാം. സ്പാഗറ്റി അല്ല അസ്പരാഗി ഈ ഗംബേരി ഡെലീഷ്യസ് ആയിട്ടുള്ള ഇറ്റാലിയൻ പാസ്ത തയ്യാറായിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെരി ഡെലീഷ്യസ് പാസ്തയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള രുചികരമായ വിഭവങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് റോക്കിംഗ് റോക്ക്. See you in another video.